ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഷ്ടദിനമരിയ യാത്രയുടെ അവസാന ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ അനന്തമായ കരുണയാൽ പരിശുദ്ധ മറിയത്തിൻ്റെ ജന്മതിരുനാളിൻ്റെ ആഘോഷത്തിൽ ആയിരിക്കുകയാണല്ലോ നമ്മൾ എല്ലാവരും. ഈ ദിനരാത്രങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് നിന്ന് വിലയേറിയ മധ്യസ്ഥതയിൽ നമ്മുടെ ജീവിത നിയോഗങ്ങൾ യാചിക്കുന്നതിനും അമ്മയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി അനുഗ്രഹം പ്രാപിക്കുന്ന ഈ അവസരത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രത്യേകമായി ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം. പരിശുദ്ധ സഭയുടെ ആരാധനക്രമം അനുസരിച്ച് ആചരിക്കണമെന്ന് നിഷ്കർഷിക്കപ്പെടാത്ത ഒരു നോമ്പാണ് 8 നോമ്പ്. എങ്കിലും പരമ്പരാഗതമായി നമ്മുടെ ഭവനങ്ങളിലും സഭ മുഴുവനിലും വളരെ നിഷ്ഠയോടും ഭക്തിയോടും കൂടി ആചരിച്ചു വരുന്നതാണ് 8 നോമ്പ്. നമ്മൾ ജനനം കൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുന്നത് 3 പെരുന്നാൾ മാത്രമാണ്. 1 കർത്താവായ ഈശോമിശിഹായുടേതും, 2 തന്നെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ ദൈവമാതാവിൻ്റേതും, 3 കർത്താവിന് വഴിയൊരുക്കുവാൻ കടന്നു വന്ന വിശുദ്ധ യൂഹാനാൻ മഗ്ദാനിയുടേതുമാണ്. വിശുദ്ധരുടെ പ്രഥമ സ്ഥാനം വണങ്ങുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെതാണ്. സകല വിശുദ്ധരുടെയും രാജ്ഞിയും പാപികളുടെ സങ്കേതവുമാണെന്ന് നമ്മൾ ലുത്തിനിയ പ്രാർത്ഥനയിൽ ചൊല്ലുന്നു. കാരണം ദൈവത്തിൻ്റെ രക്ഷണീയ കർമ്മത്തിൽ ദൈവസുതനെ തൻ്റെ ഉദരത്തിൽ വഹിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവളാണ് മറിയം. ജീവന്റെ വൃക്ഷത്തെ ലോകത്തിനെ മുളപ്പിക്കുവാൻ തൻ്റെ ശരീരമാകുന്ന വയൽ വിട്ടുകൊടുത്തവളാണ് പരിശുദ്ധയമ്മ. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇതൊരു കുടുംബങ്ങളുടെ തിരുനാളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കുടുംബത്തിൽ പിതാവും മാതാവും ദൈവം ദാനമായി നൽകിയ മക്കളും പരിശുദ്ധ അമ്മയുടെ ഗുണങ്ങളായ എളിമ, സ്നേഹം, കരുണ, വാത്സല്യം, അനുസരണം എന്നിവ നമ്മളിൽ ആർജിച്ചെടുക്കുവാൻ ഈ നോമ്പ് നമുക്ക് കാരണമായി തീരണം. പരിശുദ്ധ അമ്മയുടെ ജീവിതയാത്രകൾ ഉണ്ടായിട്ടുള്ള സഹനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒന്നാമതായി പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ പേര് ചാർത്തപ്പെടുവാൻ ബേദലഹേമിലേക്ക് തൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടുള്ള യാത്ര. രണ്ടാമതായി തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് ഈജിപ്തിലേക്കുള്ള പലായനം. മൂന്നാമതായി കുഞ്ഞിനെ കൈകളിൽ എടുത്തുകൊണ്ട് പരിചേദനം ചെയ്യുന്നതിന് ദേവാലയത്തിലേക്കുള്ള യാത്ര. നാലാമതായി ജെറുസലേം ദേവാലയത്തിൽ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി തൻ്റെ മകൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ടുള്ള യാത്ര. അഞ്ചാമതായി മകനും അമ്മയും തോളോട് തോളുരുമ്മി കാനായിലെ കല്യാണ വിരുന്നിലേക്കുള്ള യാത്ര. ആറാമതായി തൻ്റെ മകൻ്റെ പീഡാനുഭവ യാത്രയിൽ കുരിശിൻ്റെ ചൂട്ടിലേക്കുള്ള യാത്ര. ഈ യാത്രകളെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സഹനത്തിൻ്റെ യാത്രയായിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മ എല്ലാ സഹനങ്ങളും തൻ്റെ ഹൃദയത്തിൽ എളിമയോടും പ്രാർത്ഥനയോടും കൂടി സംഗ്രഹിച്ചു വരികയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും സന്തോഷവും വേദനകളും ആനന്ദവും കടന്നു വരുമ്പോൾ എല്ലാം ദൈവമഹത്വത്തിനായിട്ട് സമർപ്പിച്ച് പ്രത്യാശയോടുകൂടി അമ്മയെപ്പോലെ കാത്തിരിക്കാൻ നമുക്ക് സാധിക്കണമെന്ന ഒരു പ്രചോദനം നമുക്ക് ഈ തിരുനാൾ തരുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന സുഹൃത്തുക്കളും പുണ്യങ്ങളും ആർജിച്ച് എടുക്കുവാൻ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അഷ്ടദിനമരിയ യാത്രയിൽ ഓരോ ദിവസവും MCM അംഗങ്ങൾ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ പങ്കുവച്ച് നമ്മളെ ധന്യമാക്കിയിരിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും ബത്തേരി ഭദ്രാസനത്തിലെ MCM ഭരണസമിതി അംഗങ്ങളുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ അറിയിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം സമർത്ഥമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.